നമ്മുടെ ഗീതവും ഗോവിന്ദും ഒന്നാവുകയാണ്. അവരുടെ മനസ്സിലുള്ള പ്രണയം രണ്ടാളും തുറന്നു പറയുകയാണ്. അപ്പം നമുക്ക് അതിലേക്കൊക്കെ പോവാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. ഇന്നലത്തെ എപ്പിസോഡായിരുന്നു. എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും പറയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോവിന്ദ് അങ്ങനെ തിരിച്ചറിയാണ് നമ്മുടെ ഗീതുവിന് ഗോവിന്ദിനോട് പ്രണയമാണെന്ന്. കാരണം പുള്ളിക്കാരൻ അലമാരയൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കുകയാണ്. അങ്ങനെ ടെഡിയുടെ എടുത്തിരുന്ന ആ കാർഡൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഐ ലവ് യു കണ്ണേട്ട എന്ന് എഴുതിയിരിക്കുന്നത് കാണുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ഗോവിന്ദിന് ഭയങ്കര സന്തോഷവുമാണ്. അങ്ങനെ പുള്ളിക്കാരൻ ആ ടെഡി ബിയറിനെ എടുത്ത് ഇങ്ങനെ മാറോട് ചേർത്തിട്ട് അവിടെ തുള്ളിച്ചാടുകയാണ്. എന്നിട്ട് ഗോവിന്ദ് പറയുകയാണ്, ഹെഡി നിന്നെ അല്ലെങ്കിൽ പിന്നെ വേറെ ആരെയാണ് ഞാൻ പ്രണയിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് ഗോവിന്ദ്. എന്നിട്ട് ഗോവിന്ദ് അവിടെ കട്ടിലിൻ്റെ മണ്ടയിൽ കിടന്ന് കെട്ടിമറിയുകയാണ് പാവക്കുട്ടിയുമായിട്ട്. അതേസമയം ഗീതു ഉണ്ടല്ലോ, ഗോവിന്ദ് പറഞ്ഞ സംഭവങ്ങളെല്ലാം കേട്ടിട്ട്, അതായത് ആ ഒരു എന്താണ് നമ്മുടെ കാറിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കേട്ട് തീരുകയാണ് ഗീതു. ഒടുവിൽ ഗോവിന്ദ് ചോദിക്കുന്ന ഒരു ചോദ്യം, അത് മറ്റൊന്നുമല്ല, നിനക്ക് എൻ്റെ കൂടെ അറയ്ക്കൽ മാധവൻ നായരുടെ മകനായ അറയ്ക്കൽ ഗോവിന്ദ് മാധവനോട് ഒപ്പം ഭാര്യയായിട്ട് ജീവിക്കാൻ നിനക്ക് സമ്മതമാണോ എന്നിങ്ങനെ ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അതേ കണ്ണേട്ട സമ്മതമാണ്, 1000 തവണ അല്ലെങ്കിൽ 10,000 തവണ അല്ല 9,000 തവണ എനിക്ക് സമ്മതമാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗീതുവിന് സങ്കടമൊക്കെ വരുന്നുണ്ട്. സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ്. ഇത്രയും നാളും കണ്ണേട്ട ഈ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ കാത്തിരുന്നത് എന്നൊക്കെ നമ്മുടെ ഗീതു പറയുന്നുണ്ട്. ഗോവിന്ദാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. മുറിയിൽ മുഴുവനും കിടന്ന് തുള്ളിച്ചാടി ഓടുകയാണ്. അതിനുശേഷം പുള്ളിക്കാരൻ നേരെ വാഷ്റൂമിലേക്ക് കയറുകയാണ്. എന്നിട്ട് കുളിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വരുന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തലയൊക്കെ തോർത്തി നല്ലൊരു ഷർട്ടും പാൻറ്റൊക്കെ എടുത്തിട്ടിട്ട് പുള്ളിക്കാരൻ ഓടുകയാണ്. ഓടി താഴേക്ക് ഇറങ്ങുകയാണ്. അതേ സമയത്ത് ഗീതു ഉണ്ടല്ലോ, കാറിൻ്റെ ഡോർ തുറന്ന് റോഡിലോട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് പുള്ളിക്കാരത്തി അവിടെ കിടന്ന് ജിങ്കണക്ക എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഡാൻസൊക്കെ കളിക്കുകയാണ് വെളിയിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ വഴിയെ പോകുന്നവരൊക്കെ നോക്കുന്നുണ്ട്. മെയിൻ റോഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു അപ്പൂപ്പൻ ഇങ്ങനെ മാറി നിന്നിട്ട് ഗീതുവിനെ തന്നെ നോക്കുകയാണ് കുറേ നേരം. എന്നിട്ട് ആ അപ്പൂപ്പൻ നേരെ ഗീതുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ആ മോളെ തിരക്കി രാവിലെ മോളുടെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ ഇതിലേ പോകുന്നുണ്ടായിരുന്നു, കണ്ടോ എന്ന് ചോദിച്ചിട്ട്, മോള് വീട്ടുകാരെ ഒന്നും വിഷമിപ്പിക്കല്ലേ, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ല് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ അപ്പൂപ്പൻ പറയണം, മോളല്ലേ ഇന്ന് രാവിലെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഗീതു ചമ്മിപ്പോവുകയാണ്. ചമ്മി നാറി ഒരു പരുവാവുകയാണ്. ഗീതു അയ്യേന്നും പറഞ്ഞിട്ട് ഗീതു നേരെ കാറിൽ ചെന്നിട്ട് ഡോർ അടച്ചങ്ങ് അതിനകത്തിരിക്കുകയാണ്. എന്നിട്ട് ഗീതു ചിന്തിക്കുകയാണ്, എന്നാലും എൻ്റെ കണ്ണേട്ട ഇത്രയും നാളും ഇത്രയേറെ ഇഷ്ടം എന്നോടുണ്ടായിട്ട് കണ്ണേട്ടനൊരു വാക്ക് പോലും ഒരു സൂചന പോലും എനിക്ക് തന്നില്ലല്ലോ എന്നിങ്ങനെ ഗീതു പറയുകയാണ്. അതിനുശേഷം ഗീതു കാറിൽ കയറുകയാണ്. കാറിൽ കയറിയിട്ട് കാർ ഓടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ്. അതേസമയം ഗോവിന്ദ് വീട്ടിൽ നിന്ന് കാറിൽ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ കാർ ഓടിച്ച് വരികയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പാലമുണ്ട്, വലിയൊരു പാലം. അപ്പോൾ ആ പാലത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ രണ്ടുപേരും കുറച്ച് ദൂരം ഇങ്ങനെ അങ്ങ് പോവുകയാണ്. പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഗീതു ഓർക്കുന്നത്, അയ്യോ ആ പോയത് കണ്ണേട്ടൻ്റെ കാറല്ലേ. അതേസമയം ഗോവിന്ദ് ചിന്തിക്കുന്നു, അതിപ്പോൾ ഗീതുവിൻ്റെ കാറല്ലേ ഇപ്പം അങ്ങോട്ട് പോയത്. അങ്ങനെ രണ്ടുപേരും കുറച്ച് ദൂരോട്ട് മാറിയിട്ട് കാറ് നിർത്തുകയാണ്. കാറ് നിർത്തിയിട്ട് രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കി കുറച്ച് നേരം നിൽക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഓടി അടുത്തേക്ക് വരികയാണ്. അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രണ്ടാളും ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഗോവിന്ദന് ഗീതുവിനോട് എങ്ങനെ പെരുമാറണം, അതെനിക്ക് തിരിച്ച് ഗീതുവിനും എങ്ങനെ ഗോവിന്ദനോട് തിരിച്ച് പെരുമാറണം, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ അവർ രണ്ടുപേരും നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനോട് ചോദിക്കുകയാണ്, ഗീതു ഞാൻ അറിഞ്ഞതൊക്കെ സത്യമല്ലേ ഗീതു എന്നിങ്ങനെ, എനിക്കെന്തോ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് ഗോവിന്ദ്. അപ്പോൾ ഗീതു പറയുന്നത്, കണ്ണേട്ടൻ എന്നോട് ഇത്രയേറെ സ്നേഹം ഉണ്ടായിട്ട് ഇത് പറയാതെ എന്തിനാ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് നടന്നത്, ഇത്രയ്ക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണോ എന്നോടൊന്നും പറയാതിരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, നിനക്കും എന്നോട് ഇതൊക്കെ തുറന്ന് പറയാമായിരുന്നല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയുകയാണ്, അതെന്താ കണ്ണേട്ട ഇങ്ങനെ ഒരു ചോദ്യം, ഇതൊക്കെ നിങ്ങൾ ആണുങ്ങളല്ലേ മുൻകൈ എടുത്ത് ചോദിക്കേണ്ടത്, ഞങ്ങൾ പെണ്ണുങ്ങളല്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണ, ഞാനങ്ങനെ ഇത് പലപ്പോഴും നിന്നോട് തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു ഗീതു, അതിന് വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ അടുത്ത് പലപ്പോഴും വരികയും ചെയ്തതാണ്, പക്ഷേ അതൊന്നും നടക്കാതെ പോയി. എന്നാലും കണ്ണേട്ടൻ
ഇത്രയ്ക്ക് സ്നേഹം എന്നോടുണ്ടായിരുന്നോ? എന്നിട്ട് കണ്ണേട്ടൻ ഇതൊക്കെ പറയാതിരുന്നത് ശരിയായില്ല എന്നിങ്ങനെ ഗീതു പറയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണേ, എനിക്ക് നിന്നോട് പലപ്പോഴും പറയണമെന്നുണ്ടായിരുന്നു ഗീതു. എനിക്ക് നിന്നോടുള്ള പ്രണയം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല. ശരിക്കും പറയുകയാണെങ്കിൽ നീ കിഷോറിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എനിക്ക് നിന്നോട് ഒരുപാട് പ്രണയം ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് നിന്നോട് പ്രകടിപ്പിക്കാൻ പറ്റാത്തതിനുള്ള നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് നീ ബാംഗ്ലൂർക്ക് കിഷോറിൻ്റെ അടുത്തേക്ക് പോയില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയുകയാണ്, എന്തിനാ കണ്ണേട്ട എന്നെ അതൊക്കെ ഓർമ്മിപ്പിക്കുന്നത്? ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത സമയങ്ങളാണതൊക്കെ. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, നീ മാത്രമല്ല ഗീതു, ഞാനും അതൊന്നും ഓർക്കാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഗീത പറയാണ്, ഞാൻ ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ബാംഗ്ലൂർക്ക് നിന്ന് തിരിച്ച് അറയ്ക്കൽ വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. പിന്നെ ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എൻ്റെ മനസ്സിൽ കുറേ നാൾ കഴിയുമ്പോൾ കണ്ണേട്ടനോട് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. ശരിക്കും പറയുകയാണെങ്കിൽ രാധികാമ്മയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണേട്ടാന്ന് വിളിച്ചു തുടങ്ങിയത്. പിന്നീട് അത് എൻ്റെ മനസ്സിലേക്ക് കയറിപ്പറ്റി. പിന്നീട് ഞാൻ പലപ്പോഴും കണ്ണേട്ടനോട് എൻ്റെ മനസ്സ് തുറക്കാനായിട്ട് ഞാൻ വന്നതാണ്. ശരിക്കും കണ്ണേട്ടൻ്റെ ആയുസ്സിന് ദോഷമുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ പോലും കളഞ്ഞിട്ടാണ് ഞാൻ കണ്ണേട്ടന് പരിചയമായിട്ട് നിന്നത്. എൻ്റെ ഈ ആത്മാർത്ഥ സ്നേഹത്തെ കണ്ണേട്ടനൊടുവിൽ കോടതി വളപ്പിൽ കൊണ്ടുവന്നിട്ടു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നത്, ഗീതു അതൊക്കെ വിട്ടേരെ ഗീതു, അതേക്കുറിച്ചൊന്നും നീ ഒന്നും ഓർമ്മിപ്പിക്കല്ലേ എന്നോട് എന്നിങ്ങനെ പറയണം. എന്നിട്ട് ഗോവിന്ദ് പറയണം, നീ ഇത്രയും നല്ല സ്മാർട്ടായിട്ടുള്ള യങ്ങായിട്ടുള്ള ഒരു പെൺകുട്ടിയാണല്ലോ, എന്നിട്ട് എന്താ നീ ഒന്നും എന്നോട് തുറന്നു പറയാഞ്ഞത്? അപ്പോൾ ഉടനെ ഗീത് പറയണേ, എങ്ങനെ ഞാൻ തുറന്നു പറയാനാണ്? ഒക്കെ എനിക്ക് നിങ്ങളോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. അപ്പോഴല്ലേ നിങ്ങൾ ഒടുക്കത്തെ പ്രതിജ്ഞ ചെയ്തു കൊടുത്തത് നിങ്ങളുടെ രണ്ടാനമ്മയുടെ കയ്യിൽ. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഗീത് പറഞ്ഞു, ഓർമ്മയില്ലേ അന്ന് ബാംഗ്ലൂർക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് രാധികാമ്മയുടെ കയ്യിൽ തൊട്ട് സത്യം ചെയ്തത് ഓർമ്മയില്ലേ? എന്താ, ഒരു തെരുവ് പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടി വന്നാലും എന്നെ സ്വീകരിക്കില്ല ജീവിതത്തിലേക്ക് എന്നല്ലേ കണ്ണേട്ടൻ രാധികാമ്മയ്ക്ക് വാക്ക് കൊടുത്തത്. പിന്നെ ഞാൻ എങ്ങനെ കണ്ണേട്ടനോട് ഇതൊക്കെ തുറന്നു പറയുക? അപ്പോൾ ഗോവിന്ദ് പറയണ, അത് ശരിയാക്കിയതോ, അത് എൻ്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ആ കാലഹരണപ്പെട്ട പ്രതിജ്ഞയെക്കുറിച്ചൊന്നും നീ ഇനി ഓർക്കാൻ നിൽക്കണ്ട. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ പറയാനേ പാടില്ലായിരുന്നു. അപ്പോൾ ഗോവിന്ദ് പറയാണ്, നിനക്ക് എന്നാലും എന്നോടിത് തുറന്നു പറയാൻ തോന്നിയില്ലല്ലോ എൻ്റെ കണ്ണേട്ട. ഞാൻ പലപ്പോഴും പറയാനായിട്ടൊക്കെ കണ്ണേട്ടൻ്റെ അടുത്തേക്കൊക്കെ തന്നെ വന്നതാണ്. ആ വരുന്ന സമയത്തൊക്കെ കണ്ണേട്ടൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ദേഷ്യത്തിലായിരിക്കും. ഒന്നുകിൽ വിജയലക്ഷ്മി അമ്മയോട് ഞാൻ കാണിക്കുന്ന അടുപ്പത്തെ പറ്റി പറഞ്ഞ്, അല്ലെങ്കിൽ രാധികാമ്മയുടെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഒടുവിൽ ഞാൻ രേഖേച്ചിയെ ചട്ടം കെട്ടി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കണ്ണേട്ടനോട് എൻ്റെ മനസ്സിലിരിക്കുന്ന എല്ലാം തുറന്നു പറയാനായിട്ട്. അന്ന് രേഖേച്ചി വന്നിട്ട് എൻ്റെ മനസ്സിലുള്ളതെല്ലാം കണ്ണേട്ടനോട് പറഞ്ഞതാ. അന്ന് കണ്ണേട്ടൻ രേഖേച്ചിക്ക് വരുണേട്ടനോടുള്ള ഇഷ്ടമാണ് പറഞ്ഞതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വരുണേട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കുത്തി വെച്ചിട്ട് തിരിച്ച് അറയ്ക്കലിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു വരുണേട്ടനെ. ഇതൊക്കെയാണ് ഇവിടെ നടന്നത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഗീതു പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ കണ്ണേട്ടന് ആരെങ്കിലും വെച്ചിട്ടെങ്കിൽ എന്നെ ഒന്നും അറിയിച്ചുകൂടായിരുന്നോ ഈ പ്രണയം? അപ്പോൾ ഗോവിന്ദ് പറയണ, എൻ്റെ ഗീതു, ഞാൻ അയ്യപ്പേട്ടനോട് എത്രയോ തവണ പറഞ്ഞതാണെന്നറിയാമോ നിന്നോട് വന്ന് സംസാരിക്കാൻ. അങ്ങനെ അയ്യപ്പേട്ടൻ ഒരിക്കൽ വന്നതാണ് നിൻ്റെ അടുത്ത് എൻ്റെ മനസ്സ് എന്താണെന്ന് തുറന്നു പറയാനായിട്ട്. അന്ന് നീ എന്നെ വെറും ഒരു ഡ്രഗ് അഡിക്റ്ററാക്കി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയണം, അതിൽ അത്ര വലിയ കുറ്റമൊന്നും പറയാനില്ല, എന്തോരം കള്ളാണ് നിങ്ങൾ വലിച്ചു കയറ്റുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, ഞാനങ്ങനെ ഭയങ്കര കുടിയനൊന്നും അല്ല, പിന്നെ അതങ്ങ് പതുക്കെ പറഞ്ഞാൽ മതി എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞിട്ട് അവിടെ തമ്മിൽ എന്താ പറയുന്നത്, തർക്കിച്ച് അവിടെ ഒരു ഉടക്കുണ്ടാവുകയാണ്. അങ്ങനെ ഉടക്കുണ്ടാകുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയണം, മിണ്ടാതിരുന്നോണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഫൈറ്റാണ്. അപ്പോൾ ഒടുവിൽ തന്നെ രണ്ടുപേരും തിരിഞ്ഞ് ഒരേ സമയത്ത് ഇങ്ങനെ നോക്കിയിട്ടാണ്, നമ്മൾ പ്രപ്പോസ് ചെയ്തതല്ലായിരുന്നോ പരസ്പരം, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ അടിയുണ്ടാക്കിയത്? അപ്പോൾ ഉടനെ ഗീത പറയണം, കണ്ണേട്ടാ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മളെ കൊണ്ട് ഈ ഉടക്ക് ലയനേ പറ്റൂ. നമ്മൾ രണ്ടുപേരും എത്ര ഇനി എങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഇതേ ചേരൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, എന്തായാലും ഇനി ഇങ്ങനെ നിന്നിട്ട്
ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് വീട്ടിലേക്ക് പോവാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ഗീതു പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ കാറിൽ വരാം, കണ്ണേട്ടൻ്റെ കാറിൽ വാ. അത് വേണ്ട ഗീതു, നിൻ്റെ കാർ ഞാൻ അജാസിനോട് വിളിച്ച് പറഞ്ഞ് അങ്ങ് വീട്ടിലെടുപ്പിച്ചോളാം. പിന്നെ ഇനി മുതൽ എന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കും നമ്മുടെ യാത്രയും എല്ലാ കാര്യങ്ങളും ഇന്ന് മുതൽ ഒരുമിച്ചായിരിക്കും, നീ വാ ഗീതു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് അടുത്ത് നിന്നിട്ട് ഗീതുവിനെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഗോവിന്ദ് ഹഗ് ചെയ്യാണ്. അപ്പോഴേക്കും അങ്ങനെ അവർ സ്വയം മറന്ന് അവിടെ ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ പോലീസുകാർ 2 പേര് വരികയാണ്. അവരിങ്ങനെ അതായത് റൗണ്ട്സിന് വരുന്നതാണ്. അവർ നോക്കുമ്പോൾ ഇത് കണ്ടിട്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ സാറേ ഇത് നട റോട്ടിൽ നിന്നത്, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങളെപ്പോലെ പക്വതയുള്ള മനുഷ്യരൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കുറേ കഷ്ടമുണ്ട്. ഇവിടെ അടുത്തൊരു ലോഡ്ജ് ഉണ്ട്, 2 പേരുടെ മുറിയെടുത്ത് അങ്ങോട്ടേക്ക് പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു ഉടനെ സാരിത്തുമ്പോണ്ട് ഇങ്ങനെ മുഖം മറയ്ക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെ നോക്കിയിട്ട് പറയണം, അയ്യോ ഞാൻ ഇദ്ദേഹത്തെ ഭാര്യയാണ്, ഇതേ കണ്ടില്ലേ താലി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ താലി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പറയണ, അതെ ഇങ്ങനെയൊക്കെ വരുന്നവരുണ്ടല്ലോ, ആരുടെയെങ്കിലും ഭാര്യമാർ തന്നെ ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്, അതുകൊണ്ട് താലിയൊന്നും കാണിക്കണ്ട, നിങ്ങൾ പൊയ്ക്കോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയാണ്, അല്ല സാറേ ഇത് ശരിക്കും എൻ്റെ ഭാര്യ തന്നെയാണ് എന്നിങ്ങനെ പറയണം. ഭാര്യയാണെങ്കിൽ സാറൊരു കാര്യം ചെയ്യും, ഭാര്യയും കുട്ടി വീട്ടിൽ അവരവരുടെ ബെഡ്റൂമിലേക്ക് പൊയ്ക്കോ, ഈ നട റോഡിലൊന്നും ഇത് വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ 2 പേരും ചമ്മി നാണം കെട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെയും കൂട്ടിയിട്ട് കാറിൽ പോകണം, ഗോവിന്ദിൻ്റെ കാറിൽ പോവുകയാണ്. അങ്ങനെ അവർ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതു ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഗോവിന്ദ് കയ്യിലിങ്ങനെ പിടിക്കുകയാണ്. ഗീതു കൈ വീണ്ടും വലിച്ചെടുക്കുന്നു. എന്നിട്ട് കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഗോവിന്ദ് വീണ്ടും കൈ പിടിക്കും, ഗീതു കൈ വലിച്ചെടുക്കും. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഗീതു കയ്യിലടിക്കുന്നു, കൈ നോവുമ്പോൾ അയ്യോ കണ്ണേട്ട കൈ നൊന്തോ എന്നിങ്ങനെ ചോദിക്കുന്നു. എന്നിട്ട് നമ്മുടെ അപ്പോൾ ഗോവിന്ദ് പറയണം, അയ്യോ എൻ്റെ കൈ എന്നും പറഞ്ഞൊക്കെ വിളിക്കുകയാണ്. ഗീതു ഇങ്ങനെ ഒരു അടി കൊടുക്കുമ്പോഴത്തേക്ക് അയ്യോ കണ്ണേട്ട നൊന്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയാണ്, എനിക്ക് നൊന്തു. അപ്പോൾ ഗീതു വന്നിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് അങ്ങനെ അവരങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ് പറയണം, ഗീതു എനിക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേ ഉടനെ ഗീതു ഇവിടെ കുറച്ച് ഇടി കൊടുക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അയ്യോ ഗീതു ഇങ്ങനെ ഇടിക്കല്ലേ അയ്യോ. ഗോവിന്ദ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണേ. എന്താണ്, അയ്യോ ഗീതു ഇടിക്കല്ലേ എന്നിങ്ങനെ ഒരു കൈ വെച്ച് പറയുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ്, ഇല്ല കണ്ണേട്ടനെ ഞാൻ ശരിയാക്കും, കണ്ണായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടേ പോകുന്നു. പിന്നെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി നിർത്തുകയാണ്. വണ്ടി ഒതുക്കി ഒരു സൈഡിൽ നിർത്തിയിട്ട് ഗീതുവിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഗീതു ഉടനെ തന്നെ ഗോവിന്ദനെ ഇങ്ങനെ നോക്കിയിട്ട് പറയണം, ഇത് പുറത്ത് ആരെങ്കിലും കാണും എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, ഇല്ല ആരും കാണില്ല എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ ഗീതു ഗോവിന്ദിൻ്റെ ഇവിടെ അടുത്ത് വരെ വരികയാണ്. അങ്ങനെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. എപ്പിസോഡ് ഭയങ്കര രസമായിരുന്നു. ഒന്നും അധികം പറയാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരുടെ പ്രവൃത്തികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, പറയാൻ വേണ്ടിയിട്ട് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. ആർക്കും ഒട്ടും ബോറടിക്കില്ലായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.